ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു ന്യൂസ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. The rear door of a flight in Russia opened mid-air. The rear door, പിൻവശത്തെ വാതിൽ. റിയർ എന്ന് പറഞ്ഞാൽ പിൻവശത്തെ. The rear door, പിൻവശത്തെ വാതിൽ. ഓഫ് എ ഫ്ലൈറ്റ്, ഒരു വിമാനത്തിൻ്റെ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിമാനം. ഓഫ് എ ഫ്ലൈറ്റ്, ഒരു വിമാനത്തിൻ്റെ. ഇൻ റഷ്യ, റഷ്യയിൽ. ഓപ്പൺഡ്, തുറന്നു. മിഡ് എയർ, വായുവിൽ വെച്ച്. എയർ എന്ന് പറഞ്ഞാൽ വായു. മിഡ് എയർ, വായുവിൽ വെച്ച്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? റഷ്യയിൽ ഒരു വിമാനത്തിൻ്റെ പിൻവശത്തെ വാതിൽ വായുവിൽ വെച്ച് തുറന്നു. The passengers' hats and some of their luggage flew out of the open door. The passengers. Passengers എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. ഇനി പാസഞ്ചേഴ്സ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് അവിടെ മുകളിലെ ഒരു അപ്പോസ്ട്രഫി കണ്ടില്ലേ? അപ്പോൾ എന്താ അർത്ഥം? യാത്രക്കാരുടെ. ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ തൊപ്പികൾ. ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി. അതിൻ്റെ പ്ലൂരലാണ് ഹാറ്റ്സ്, തൊപ്പികൾ. യാത്രക്കാരുടെ തൊപ്പികൾ. ആൻഡ് സം ഓഫ് ദെയർ ലഗേജ്, അവരുടെ ലഗേജിൽ കുറച്ച്. സം എന്ന് പറഞ്ഞാൽ കുറച്ച്. ഓഫ് ദെയർ, ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ, അവരുടെ ലഗേജിൽ കുറച്ച്. അപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എങ്ങനെ വരിക? യാത്രക്കാരുടെ തൊപ്പികളും അവരുടെ ലഗേജിലെ കുറച്ചും. ഫ്ലൂ, ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു പോയി. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഫ്ലൂ, പറന്നു പോയി. ഔട്ട് ഓഫ് ദി ഓപ്പൺ ഡോർ, തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക്. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. ദി ഓപ്പൺ ഡോർ, തുറന്നു കിടന്ന വാതിലിലൂടെ. അപ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? യാത്രക്കാരുടെ തൊപ്പികളും അവരുടെ ലഗേജുകളിൽ കുറച്ചും തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് പറന്നുപോയി. ദ ഹൊറിഫൈങ് മൊമെൻറ്റ് വാസ് ക്യാപ്ചേർഡ് ഓൺ ക്യാമറ. ഹൊറിഫൈങ് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിമിഷം. ദ ഹൊറിഫൈങ് മൊമെൻ്റ്, പേടിപ്പെടുത്തുന്ന ആ നിമിഷം. ഇവിടെ ദ എന്ന വാക്കിന് ആ എന്ന അർത്ഥമാണ്. പേടിപ്പെടുത്തുന്ന ആ നിമിഷം. വാസ് ക്യാപ്ചേർഡ്, ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് അർത്ഥം. വാസ് ക്യാപ്ചേർഡ്, പിടിച്ചിരുന്നു. ഓൺ ക്യാമറ, ക്യാമറയിൽ. അപ്പോൾ എങ്ങനെ അർത്ഥം വരിക? പേടിപ്പെടുത്തുന്ന ആ നിമിഷം ക്യാമറയിൽ പിടിച്ചിരുന്നു. അതായത് ആരോ ക്യാമറയിൽ വീഡിയോ എടുത്തിരുന്നു എന്നർത്ഥം. The passenger who filmed the video was in a rear seat on the plane. The passenger, യാത്രക്കാരൻ. Who filmed the video, വീഡിയോ പകർത്തിയ. ഇവിടെ പാസഞ്ചർ എന്ന വാക്കിന് ശേഷം ഹു എന്ന ഒരു വാക്ക് കണ്ടില്ലേ? ഹു എന്ന വാക്കിന് ആര് എന്നർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ഉപയോഗം എന്താണ്? പാസഞ്ചർ എന്ന ആളെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. അതിനു വേണ്ടിയാണ് ഹു എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള യാത്രക്കാരൻ എന്ന് പറയുന്നതിന് വേണ്ടി. ഹു ഫിലിംഡ് ദ വീഡിയോ, വീഡിയോ പകർത്തിയ യാത്രക്കാരൻ. ഫിലിംഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പകർത്തിയ എന്നർത്ഥമാണ്. അതായത് റെക്കോർഡ് ചെയ്ത എന്നർത്ഥം. അപ്പോൾ വീഡിയോ പകർത്തിയ ആ യാത്രക്കാരൻ. ദ പാസഞ്ചർ എന്ന് പറയുമ്പോൾ ആ യാത്രക്കാരൻ. വീഡിയോ പകർത്തിയ ആ യാത്രക്കാരൻ. വാസ്, ആയിരുന്നു. ഇൻ എ റിയർ സീറ്റ്, പിൻവശത്തെ ഒരു സീറ്റിൽ. ഓൺ ദ പ്ലെയിൻ, വിമാനത്തിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ. അപ്പോൾ എങ്ങനെ മുഴുവൻ അർത്ഥം വരിക? ആ വീഡിയോ പകർത്തിയ യാത്രക്കാരൻ വിമാനത്തിൽ പിൻവശത്തെ സീറ്റിൽ ആയിരുന്നു. ദ വീഡിയോ ഹാസ് ഗോൺ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. ദ വീഡിയോ, ആ വീഡിയോ. ഹാസ് ഗോൺ വൈറൽ, വൈറലായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഹാസ് ഗോൺ വൈറൽ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, വൈറലായിട്ടുണ്ട്. ഓൺ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിൽ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ. അപ്പോൾ എങ്ങനെ മുഴുവൻ അർത്ഥം വരിക? ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ദ പ്ലെയിൻ വിച്ച് ടുക്ക് ഓഫ് ഫ്രം സൈബീരിയ മെയ്ഡ് ആൻ എമർജൻസി ലാൻഡിംഗ് ആഫ്റ്റർ ദ ഡോർ ഓപ്പൺഡ്. ദ പ്ലെയിൻ, ആ വിമാനം. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിമാനം. ദ പ്ലെയിൻ, ആ വിമാനം. വിച്ച് ടുക്ക് ഓഫ് ഫ്രം സൈബീരിയ, സൈബീരിയയിൽ നിന്നും പറന്നുയർന്ന. ഇവിടെ വിച്ച് എന്ന വാക്ക് എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്?
പ്ലെയിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നതിന്, എങ്ങനെയുള്ള പ്ലെയിന് എന്ന് പറയുന്നതിന് വേണ്ടി. വിച്ച് ടുക്ക് ഓഫ് ഫ്രം സൈബീരിയ, സൈബീരിയയിൽ നിന്നും പറന്നുയർന്ന വിമാനം. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ പറന്നുയരുക, അതിൻ്റെ പാസ്റ്റ് ആണ് ടുക്ക് ഓഫ്, പറന്നുയർന്ന. ഫ്രം സൈബീരിയ, സൈബീരിയയിൽ നിന്നും. അപ്പോൾ സൈബീരിയയിൽ നിന്നും പറന്നുയർന്ന ആ വിമാനം. മെയ്ഡ് ആൻ എമർജൻസി ലാൻഡിംഗ്, ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തി. എമർജൻസി ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യാം. ആഫ്റ്റർ ദി ഡോർ ഓപ്പൺഡ്, വാതിൽ തുറന്നതിന് ശേഷം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ഡോർ ഓപ്പൺഡ്, വാതിൽ തുറന്നു. അപ്പോൾ എങ്ങനെ മുഴുവൻ അർത്ഥം വരിക? സൈബീരിയയിൽ നിന്നും പറന്നുയർന്ന ആ വിമാനം വാതിൽ തുറന്നതിന് ശേഷം അടിയന്തര ലാൻഡിംഗ് നടത്തി, അല്ലെങ്കിൽ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തു എന്നാണ് അർത്ഥം. Fortunately, the 25 people on board, including the crew, were unharmed. Fortunately എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട്. The 25 people, 25 ആളുകൾ. People എന്ന് പറഞ്ഞാൽ ആളുകൾ. On board, വിമാനത്തിൽ ഉണ്ടായിരുന്ന. On board എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, വിമാനത്തിൽ ഉണ്ടായിരുന്ന. Including, ഉൾപ്പെടെ. ദ ക്രൂ, ജോലിക്കാരെ, വിമാനത്തിലെ ജോലിക്കാരെയാണ് ദ ക്രൂ എന്ന് പറയുന്നത്. വേർ അൺഹാംഡ്, പരിക്കൊന്നും പറ്റിയിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ എങ്ങനെ മുഴുവൻ അർത്ഥം വരിക? ഭാഗ്യവശാൽ വിമാനത്തിലെ ജോലിക്കാർ ഉൾപ്പെടെയുള്ള 25 ആളുകൾക്കും പരിക്കൊന്നും പറ്റിയിരുന്നില്ല. ഇംഗ്ലീഷ് റീഡിംഗ് സ്കിൽ പ്രാക്ടീസ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെയും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ന്യൂസിൽ നിന്നും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ പഠിച്ച് നിങ്ങളുടെ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം പറയുന്ന വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.